ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇത് ഫുള്ളും എടുക്കില്ല, പകുതി മാങ്ങയാണ് എടുക്കുന്നത്. ഇതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഇതിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് വലുതിൽ വെച്ചാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ചെറുതിൽ വെച്ചെടുത്താൽ ഒട്ടും പറ്റില്ല. അതുകൊണ്ട് വലുതിൽ വെച്ചാണ് ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ഇത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചെറുതരിഞ്ഞെടുത്തിട്ടുള്ള പച്ചമുളകാണ്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടി തന്നെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് മാങ്ങയ്ക്ക് ആവശ്യം കണക്കാക്കിയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നിങ്ങൾ എരിവിന് കണക്കാക്കിയുള്ളത് ഇട്ട് കൊടുത്താൽ മതി. കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നല്ല കട്ടി തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയില്ലാത്ത തൈരായിരിക്കും. മാങ്ങ പുളിപ്പുള്ളത് കൊണ്ടാണ് പുളിയില്ലാത്ത തൈരായിരിക്കേണ്ടത്. അതിനെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല ഒരു അച്ചാറാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. വീട്ടിൽ ഒരു കഷ്ണം മാങ്ങ ഉണ്ടെങ്കിൽ മാത്രം മതി. ചോറ് കഴിക്കാൻ എത്ര കറികളുണ്ടായിരുന്നാലും നമുക്ക് വീട്ടിൽ ഒരു അച്ചാറുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക രീതിയാണ്. പക്ഷേ ഇത് ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ഒരു അച്ചാറാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ താളിച്ചിട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കടുവിട്ട് മുളകിട്ട് താളിച്ചിട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇത് ഇത്രേ തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് തേക്കും. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.